നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ഗുണ്ടായിസ് ഒന്നും ഇവിടെ വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ തീവെയിലും തീക്കാറ്റുമുള്ള ഈ നട്ടുച്ചയ്ക്ക് ഈ ചെമ്പകമംഗലം നിന്ന് കത്തും. എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്നേ? അത് ഞാൻ മ്യൂറൽ പെയിന്റ് ചെയ്തൊരു പട്ടുസാരി സാവിത്രി കാണാൻ വേണ്ടി വാങ്ങിച്ചിരുന്നു. അത് വാങ്ങാൻ വേണ്ടി കസ്റ്റമേഴ്സ് വരും. ഇനി എങ്ങനെ അത് എടുത്തു കൊടുക്കും? സാവിത്രി അവളുടെ മുറി പൂട്ടിയിരിക്കുക. കുഴഞ്ഞല്ലോ, അവൾ അമ്പലത്തിലെ മറ്റോ പോയിരിക്കുക. പിന്നെ അവിടെ കാര്യമല്ലേ, പോയാ എപ്പോഴും പറയാൻ പറ്റില്ല. മുറിയൊന്ന് തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു. നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഒരുപക്ഷെ മുറി പൂട്ടിയിട്ട് താക്കോൽ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണും. അത് വേണ്ടച്ചാ, അവൾ അമ്പലത്തിലാണെങ്കിൽ മൊബൈലിൽ വിളിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? കസ്റ്റമേഴ്സ് വരുമ്പോ സാരി എടുത്ത് കൊടുക്കുകയും വേണമല്ലോ. ആ, രാജലക്ഷ്മിയുടെ കയ്യിൽ സ്പെയർ കീ കാണും. വാ, ഞാൻ വാങ്ങിച്ചു തരാം. ഇയാളിരിക്കെ. ഇയാളല്ല രാജലക്ഷ്മി, ദേവരാജൻ, ചന്ദ്രഗിരി ദേവരാജൻ. ചന്ദ്രഗിരിയോ സൂര്യഗിരിയോ ആകട്ടെ, ഇയാളെ ഇന്ദ്രജയുടെ ഭർത്താവായിട്ടേ എനിക്കറിയൂ. നിങ്ങൾ ചെമ്പകമംഗലം ചെമ്പകമംഗലമെന്ന് ഏതു നേരവും വീമ്പ് പറയാറില്ലേ? അതുപോലെ എന്റെ പ്രശസ്തമായ തറവാട് ചന്ദ്രഗിരി പേരിനൊപ്പം ചേർത്തതേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യം. പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്രഗിരി ദേവരാജ വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ രാജലക്ഷ്മി അമ്മേ, ഞങ്ങൾക്കെന്ത് വിശേഷം? കുറെ കാലമായില്ലേ ചെമ്പകമംഗലത്തുകാരെ ഒന്ന് കണ്ടിട്ട്. വെറുതെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ഓ, എനിക്ക് തറവാടുമായി ഒന്നല്ലല്ലോ, രണ്ട് രീതിയിലല്ലേ ബന്ധം. എന്റെ ഇന്ദ്രജയുടെ ആങ്ങളയുടെയും അനിയത്തിയുടെയും സംബന്ധ വീടാണ് ഈ ചെമ്പകമംഗലം. ഇയാളുടെ ഭാര്യ ഈ കഥയൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഇവിടെ കയറി വരാറുണ്ട്. വല്ലതുമൊക്കെ മേടിച്ചു കെട്ടി പോവാറുമുണ്ട്. അല്ല, അതിരിക്കട്ടെ, ഭാര്യ ഇവിടെയോ അതോ അവിടെയോ? ഇപ്പോ അവിടെ. അതേതായാലും നന്നായി. ഒരാൾ അവിടെ, മറ്റൊരാൾ ഇവിടെ. അല്ലെങ്കിലേ അരോ ഒരഞ്ഞ് കിന്നരോ ആവും. ഈ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവും രാജലക്ഷ്മി അമ്മേ. ഇനി അതിലൊക്കെ കേറി പിടിച്ച് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ഇന്ദ്രജയുടെ നാത്തൂനാണ് സാവിത്രി. സാവിത്രിയെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു, അത്രയേ ഉള്ളൂ. സാവിത്രി ഇവിടെയില്ല, അമ്പലത്തിൽ പോയി. ആഹാ, കൈമൾ സാറോ? വരണം. ഇത് ചെമ്പകമംഗലമോ അതോ ചന്ദ്രഗിരിയോ? അച്ഛനെന്താ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോ? ഇത് ചെമ്പകമംഗലം. അല്ല, ഇയാളെന്റെ വീട്ടിൽ കയറി കാലുമേ കാലും വെച്ച് കുടുംബനാഥനായ എന്നോട് വരണം എന്ന് പറഞ്ഞപ്പോ എന്റെ സ്ഥലകാലബോധം പോയി മോളെ. ഞാൻ കുറച്ചു നാളായി വളരെ ക്ഷമാശീലനാ. അതുകൊണ്ട് ഈ ചീള് കേസൊക്കെ ഞാനങ്ങ് വിട്ടുകളയും. വന്നത് സാവിത്രിയെ കാണാനാ. അവൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അവളുടെ മുറി ഒന്ന് കാണണം. വേറൊന്നുമല്ല, രാമഭദ്രൻ അങ്ങ് ദുബായിലല്ലേ, അയാൾ എന്നോട് പറഞ്ഞു വിട്ടു ഭാര്യ സുഖമായിട്ടൊക്കെയാണോ ജീവിക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കാൻ. ഓ, സാവിത്രി ഞങ്ങളുടെ മകളും രാമഭദ്രൻ ഞങ്ങളുടെ മരുമകനുമാണ്.
അവരുടെ കാര്യം തിരക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് നിന്റെ സഹായം ആവശ്യമില്ല. ഓ ഓഹോ. ഇയാൾ എന്തോ ഉദ്ദേശത്തോടെ വന്നിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചു നിൽക്കണം. എന്റെ അളിയൻ എന്നെ ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. ദേവരാജ, നിന്റെ ഗുണ്ടായുസ് ഒന്നും ഇവിടെ വേണ്ട. ഇത് ചെമ്പകമംഗലമാ. ഇത് ചെമ്പകമംഗലമല്ലേ, അല്ലാതെ വൈകുണ്ഠവും കൈലാസമൊന്നും അല്ലല്ലോ. എവിടെയാണെങ്കിലും ഈ രാവണൻ കേറി ചെന്നിരിക്കും. ഇയാൾ എന്താ ഈ കാണിക്കാൻ പോകുന്നേ? ദേവരാജ, ഒരിക്കൽ കൂടി നിനക്ക് ഞാനൊരു താക്കീത് തരിക. നിന്റെ ഗുണ്ടായുസ് ഒന്നും ഇവിടെ വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ തീ വെയിലും തീക്കാറ്റുമുള്ള ഈ നട്ടുച്ചയ്ക്ക് ഈ ചെമ്പകമംഗലം നിന്ന് കത്തും. യൂസ്ലെസ്. ഇത് പൂട്ടിരിക്കുകയാണല്ലോ. ഏയ്, എന്താ നീ കാണിക്കുന്നേ? എന്താ നീ കാണിക്കുന്നതെന്ന്? ഏയ്, എന്റെ തറവാട്ടിൽ കയറി ഇക്കാര്യം കാണിക്കാൻ നീ അത്രയ്ക്ക് വളർന്നോടാ. കൈമളേട്ട, അവൻ കൈമളേട്ടനെ ഉപദ്രവിച്ചോ? രാജലക്ഷ്മി, അവൻ അവൻ അച്ഛനെ തൊട്ടോ? ദുഷ്ടൻ. ഇവിടെ കാർത്തിയും ജഗദീഷേട്ടനൊന്നും ഇല്ലല്ലോ. അവനെ വെറുതെ വിടരുത്. അവൻ ചെമ്പകമംഗലത്ത് കയറി എന്റെ അച്ഛന്റെ ശരീരത്ത് തൊട്ടു. കോടികൾ വിലയുള്ള ആ വാളിന്റെ യഥാർത്ഥ അവകാശി ഈ വീടിനു വേണ്ടി ബലിയാടായ എന്റെ അനുജത്തി മാധുരിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.